ഇതില് റോഷൻ ഒരു പുഷപ്പ് എടുക്കുന്ന സീക്വൻസ് ഉണ്ടല്ലോ നമ്മുടെ ട്രെയിലറിൽ കണ്ട റോഷൻ നീ ആക്കിക്കോ, പക്ഷെ ഒരുപാട് കയറി അങ്ങ് ആക്കരുത്. അത് നിങ്ങൾ എന്തിനാ ചൂടാവുന്നു? ഞാൻ സംശയം ചോദിച്ചല്ലേ. ഇത്രയും എത്ര മാസ് അപ്പീല് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പുഷപ്പ് അടിക്കണോ? പുള്ളിക്കാരെങ്ങനെ മോതലാളിയോ? ജില്ലല്ലേ? ഈ നക്കിളിൽ നിന്ന് പുഷപ്പ് അടിക്കും കാണണോ? കാണിച്ചു കൊടുക്കണം. ഹൃദയരഞ്ജനാണെന്ന് അറിയോ? അവന്റെ പവർ എന്താണെന്ന് അറിയോ? ഇല്ലട്ടാ. ചെയ്തിട്ട് കുറച്ചാളായി ചേട്ടാ, പക്ഷെ പണ്ട് ഒരുപാട് ചെയ്യുമായിരുന്നു. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. ഈ പുഷപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ വിചാരിക്കും റോഷൻ മാത്യുവിന് മാത്രമേ പുഷപ്പ് ചെയ്യാൻ പറ്റൂ. എനിക്ക് പറ്റില്ല. ലിജ ഫെർണാണ്ടസ്, ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, പുഷപ്പ് അടിക്കണം. സാധാരണ ആൾക്കാർ പുഷപ്പ് ചെയ്യുമ്പോ എങ്ങനെയാണ് അല്ലേ? ഇതല്ലേ പുഷപ്പ് ചെയ്യണേ അല്ലേ? എനിക്ക് ഇവന്റെ കാര്യം ഓർത്തിട്ടാ മോളെ പേടിയാവുന്നു. ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഇത് ഞാൻ പുഷപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. എടോ പ്രഭുദേവേ, നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. എനിക്കിത്ര പറ്റില്ല. 10 രൂപ ചെയ്യും, അതിന് സമയമില്ല. ഇനി വേറെ ആരെയും കൂടെ കാണണോ? സമ്മതിക്കില്ലെന്നല്ല, നമ്മളെ കഴിവുകൾ പറയുന്നതിന് ഭയങ്കരமான ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അതെയല്ല, നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഇതൊക്കെ ഉള്ളു ആകെ കൈ മുതലായിട്ടുള്ളത്.